ഞാൻ കുറേ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ വന്നിട്ട് അപ്പം ഞാനിതൊരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇതാണ്. ഇത് വളാഞ്ചേരിക്കുള്ള സർവീസ് റോഡാണ് ആ കാണുന്നത്. കഞ്ഞിപ്പരേനും കണ്ട് അട്ടപ്പാറ വഴി വളാഞ്ചേരിക്ക് ഇപ്പോഴും ആ സർവീസ് റോഡിന് പണി തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും ഇപ്പോഴും തന്നെ സർവീസ് റോഡിന് പണി തുടങ്ങിയിട്ടില്ല. വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നത് ഇത് കണ്ടില്ല. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക വരിക. ഇതാണിപ്പോൾ വണ്ടികൾ വളാഞ്ചേരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഉദ്ദേശം. എന്തുകൊണ്ട് സർവീസ് റോഡ് ഉണ്ടാക്കാത്തത്? ഇപ്പോൾ വാട്സപ്പിലും ഇതിലൊക്കെ ന്യൂസ് വന്നല്ല, സർവീസ് റോഡിൻ്റെ പണി തുടങ്ങും, സർവീസ് റോഡ് ഉടനെ വരും. എന്നിട്ട് എന്ത് സർവീസ് റോഡ് ഉണ്ടാവാത്ത? എന്താണിപ്പോൾ ഈ ആൾക്കാരെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? എങ്ങനായാലും വളാഞ്ചേരിക്കൊരു സർവീസ് റോഡ് വേണം, അല്ലെങ്കിൽ ഈ റോഡിൽ അപകടം ഉണ്ടാവും. ഈ റോഡ് കണ്ടില്ലേ, വീതിയില്ലാത്തൊരു റോഡ്, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വരിക പോവുക, അപകടം ഉണ്ടാവുന്നത് ഇതാണ്. ശരിക്കും ഇതാണ് വട്ടപ്പാറയിൽ വളാഞ്ചേരിക്കുള്ള വട്ടപ്പാറ സർവീസ് റോഡ് ഈ കാണുന്നത്. ഇതുവരായിട്ടൊരു സർവീസ് റോഡ് ഒന്നും ആയിട്ടില്ല. കുറേ ഈ വീഡിയോയിൽ വന്നിട്ട് ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഒഴിവ് കിട്ടുന്നില്ല വീഡിയോ എടുക്കാൻ. അപ്പം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുക, ബെല്ലേക്ക് അമർത്തുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഇതിനൊരു നടപടി വേണം. വളാഞ്ചേരിക്കൊരു സർവീസ് റോഡ് തന്നെ ഇല്ല. അപ്പോൾ ഒരു പകുതി വരെ പണി നിർത്തി എന്നിട്ട് അവിടെ ഒരു JCB നിൽക്കുന്നില്ല, അവിടെ വരെ മാറ്റിയിട്ട് പിന്നെ പണി തുടങ്ങിയിട്ടില്ല. ഈ കേരളത്തിൻ്റെ ആൾക്കാർ എന്താണ് ഇങ്ങനെ കാണിച്ചത്? ഇവരിപ്പോൾ ഈ റോഡ് ഇങ്ങനെ പണി ചെയ്തിട്ട് തന്നെ കാര്യം. വളാഞ്ചേരിക്കൊരു സർവീസ് റോഡ് വേണ്ടേ? ഇപ്പോൾ ഇലക്ഷൻ വരികയാണ്. ഈ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുമോ? എന്നാൽ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതല്ലേ ഈ റോഡ്?